ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ ഡിസ്കസ് ചെയ്തിരുന്നു. അതെന്താണെന്ന് പറഞ്ഞിരുന്നു, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വിത്ത് എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എന്താണ് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എക്സാമ്പിൾസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ ഈ പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ എന്ന ഈ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ ആക്സസിബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ പബ്ലിക്കിൻ്റെ കേസിൽ പറഞ്ഞു നോ റെസ്ട്രിക്ഷൻസ് ആണെങ്കിൽ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ആ കോഡിനകത്തേക്ക്. അപ്പോൾ എന്താണ് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കീവേഡാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആക്സസ് എന്ത് ചെയ്യാണ്, ലിമിറ്റ് ചെയ്യാണ്. ഒരു ക്ലാസ്സിനകത്ത് മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ അത് അവൈലബിൾ ആക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് വേണമെങ്കിൽ ആ ഒരു വേരിയബിൾസോ മെത്തേഡ്സൊക്കെ വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സബ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിനോ യൂസ് ചെയ്യാം ഇൻഹെറിറ്റൻസിൻ്റെ കേസിലൊക്കെ. അതല്ലാതെ മറ്റു ക്ലാസ്സുകളിലേക്ക് അത് ആക്സസിബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ പറയുന്ന എക്സാമ്പിൾ ആക്ച്വലി മറ്റു ക്ലാസ്സിലേക്ക് അത് ആക്സസിബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയേഴ്സ് ക്ലാസ് പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് സ്ട്രിങ് നെയിം ശശികാന്ത്. പിന്നെ അടുത്ത് നമ്മളൊരു മെത്തേഡ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് വോയിഡ് MSG സ്ട്രിങ് MSG, അതിനകത്ത് കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് MSG എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ മെത്തേഡും പ്രൊട്ടക്റ്റഡ് ആക്കി കൊടുത്തു, വേരിയബിളും പ്രൊട്ടക്റ്റഡ് ആക്കി കൊടുത്തു. ഇനി മറ്റൊരു ക്ലാസ്, അതായത് പ്രോഗ്രാം, അതിനകത്താണ് മെയിൻ മെത്തേഡൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇത് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസിബിൾ ആവുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്താണ് മെയിൻ മെത്തേഡ്, സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ന്യൂ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇനി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നടക്കില്ലേ നോക്കാം. കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ഡോട്ട് നെയിം. പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഫംഗ്ഷൻ ആക്സസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ഡോട്ട് MSG സ്വാമി അയ്യർ. അപ്പോൾ നമ്മൾ മെത്തേഡ് ഇൻവോക്ക് ചെയ്തു, വേരിയബിൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു. അത് സക്സസ് ആയോ ഇല്ലയെന്ന് മനസ്സിലാവുക നമ്മളുടെ ഔട്ട്പുട്ട് കാണുമ്പോഴാണ്. കണ്ടോ, കമ്പൈൽ ടൈം എറർ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ഡോട്ട് നെയിം ഈസ് ഇൻആക്സസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ലെവൽ. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ഡോട്ട് നെയിം എന്നുള്ളിടത്ത് എത്തിയപ്പോൾ തന്നെ എറർ വന്നു കഴിഞ്ഞു, കാരണം അത് ആക്സസിബിൾ അല്ല, ബിക്കോസ് പ്രൊട്ടക്ഷൻ ലെവലിലാണത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പ്രൂവ് ചെയ്തു, അതായത് മറ്റ് ക്ലാസ്സുകളിലേക്ക് അത് ആക്സസിബിൾ അല്ല പ്രൊട്ടക്റ്റഡിൻ്റെ കേസ്. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കൊക്കെ ആക്സസിബിൾ ആണോ? കാരണം ഇൻഹെറിറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. അപ്പോൾ അത് പോസിബിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയേഴ്സ് ക്ലാസ് പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ്. ഇവിടെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് എന്ന ക്ലാസ് ഉണ്ടാക്കി. പിന്നെ നമ്മളുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾ കൊടുക്കുകയാണ്, പ്രൊട്ടക്റ്റഡ് സ്ട്രിങ് നെയിം ശശികാന്ത്. പിന്നെ നമ്മളുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ഡിഫൈൻ ചെയ്യാണ്, പ്രൊട്ടക്റ്റഡ് വോയിഡ് MSG സ്ട്രിങ് MSG കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് MSG എന്നൊക്കെ പറഞ്ഞ് മെത്തേഡും നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് അവിടെ കൊടുക്കുന്നത്, ക്ലാസ് പ്രോഗ്രാം പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ്. അപ്പോൾ എന്തായി, പ്രൊട്ടക്റ്റഡ് ടെസ്റ്റിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ട് പ്രോഗ്രാം മാറി. അപ്പോൾ എന്താണ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമല്ലോ നമ്മളുടെ തിയറി പ്രകാരം. അതാണ് ഇനി നോക്കുന്നത്. സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് മെയിൻ മെത്തേഡ് തുടങ്ങി, പ്രോഗ്രാം ന്യൂ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളുടെ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്, കൺസോൾ റൈറ്റ് ലൈൻ ഹലോ പ്ലസ് പ്രോഗ്രാം ഡോട്ട് നെയിം. അപ്പോൾ എന്താണ്, ഹലോ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ശശികാന്ത് വരണം, അങ്ങനെയാണ് വരേണ്ടത്. ആക്സസിങ് പ്രൊട്ടക്റ്റഡ് ഫംഗ്ഷൻ അടുത്ത് നമ്മൾ ആക്സസ് ചെയ്യാൻ പോവാണ്, പ്രോഗ്രാം MSG സ്വാമി അയ്യർ. അപ്പോൾ എന്താ വരണ്ടേ, ഹലോ സ്വാമി അയ്യർ ഒന്നും വരണം. നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ എന്തായി,
ചൈൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് പ്രൊട്ടക്റ്റഡ് കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും ശരി, മെത്തേഡ് ഡിക്ലെയർ ചെയ്താലും ശരി, പ്രോപ്പർട്ടി ആയാലും ശരി, അത് ആക്സസിബിൾ ആണെന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈസി ആയിട്ട് മനസ്സിലായി. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്, മറ്റൊരു ക്ലാസ്സിലേക്ക് അത് പോസിബിൾ അല്ല എന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ എന്താണ് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയറിൽ നമ്മൾ പറഞ്ഞത്? പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് മാത്രമേ അതിനകത്തുള്ള വേരിയബിളും മെത്തേഡൊക്കെ ആക്സസിബിൾ ആവുള്ളൂ, ലിമിറ്റഡ് സ്കോപ്പേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇൻഹെറിറ്റൻസിൻ്റെ കേസ് വരുമ്പോൾ ആക്സസിബിലിറ്റി സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിലേക്കൊക്കെ മൂവ് ചെയ്യും, അതിനകത്തൊക്കെ ആക്സസിബിൾ ആക്കാൻ കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി, പ്രോഗ്രാം പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. ഈ പ്രൊട്ടക്റ്റഡ് ടെസ്റ്റിനകത്താണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് വേരിയബിളും കൊടുത്തു, പ്രൊട്ടക്റ്റഡ് മെത്തേഡും കൊടുത്തു. എന്നിട്ട് ഈ ക്ലാസ്, അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ കോൾ ചെയ്ത് നോക്കി. പിന്നെ അതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ നമ്മൾ കോൾ ചെയ്ത് നോക്കി. അതുപോലെ നമ്മൾ പ്രൊട്ടക്റ്റഡ് മെത്തേഡും നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇൻവോക്ക് ചെയ്തു. പക്ഷെ എന്തായി, അത് ഫെയിലായി, കമ്പൈൽ ടൈം എററായിട്ട് കാണിച്ചു. മെയിൻ മെത്തേഡ് രണ്ടും നമ്മളിവിടെ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ കാണാം. പക്ഷേ അത് ഫെയിലായി, അതായത് കമ്പൈൽ ടൈം എററായിട്ട് കാണിച്ചു. പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് ഡോട്ട് നെയിം ഈസ് ഇനാക്സസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ലെവൽ കാരണം അത് സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോയി. എന്താണ്, ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. അപ്പോൾ ഇൻഹെറിറ്റൻസിലൂടെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് സെറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എക്സിക്യൂഷൻ സക്സസ് ആവുമോ, അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾ ആക്സസ് ചെയ്യാൻ കഴിയുമോ, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ആക്സസ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ളതാണ് അടുത്ത പോയിന്റ്. അതിന് നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് ക്ലാസ് യൂസ് ചെയ്തു. പ്രൊട്ടക്റ്റഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി. എന്നിട്ട് പ്രൊട്ടക്റ്റഡ് ടെസ്റ്റിനകത്ത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ക്ലാസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഈ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു. എന്ത് ചെയ്തു, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെത്തേഡും ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു. അതെന്തായി, സക്സസ്ഫുള്ളായി നമുക്ക് കിട്ടി. ഹലോ ശശികാന്ത്, ഹലോ സോമി അയ്യർ എന്നുള്ളത് പ്രൂവണായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതാണ് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആക്സസ് സ്പെസിഫയർ എന്താണെന്ന് പറഞ്ഞു, അതൊരു കീവേഡാണ്. നമ്മളുടെ കോഡിൻ്റെ ആക്സസിബിലിറ്റി എത്രത്തോളം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പല ടൈപ്പിലുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഇൻറ്റേർണൽ, പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞ് ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ പബ്ലിക് ആക്സസ് സ്പെസിഫയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒക്കെ കൂടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ. പിന്നെ പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയറും ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.